വിശ്വാസികളെ അടുപ്പിക്കാൻ സർക്കാർ ഹിന്ദു സമൂഹത്തെ കരുവാക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. മതേതര സർക്കാർ വിശ്വാസികളെ വിളിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് ചോദ്യം. വി.എൻ. വാസവനെ അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമില്ലെന്ന് കുമ്മനം. ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF നിലപാട് ഇന്നറിയാം. സംഗമം ബഹിഷ്കരിക്കാൻ സാധ്യത. നിലപാട് വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവ്. ചാതുർവർണ്ണ വ്യവസ്ഥയാണ് സനാതനധർമ്മം എന്ന പേരിൽ നടപ്പാക്കിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സനാതനധർമ്മം 5000 വർഷം മുമ്പുണ്ടായിരുന്നെന്ന RSS വാദം ഒരു ശാസ്ത്രീയ ധാരണയും ഇല്ലാതെയെന്നും ഗോവിന്ദൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ തുടരും. മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ചിൽ 3 പേർ എത്തുമെന്ന് സൂചന. ഗർഭഛിദ്രം നടത്തിയ യുവതികളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. കൊലപാതക കുറ്റം ചുമത്തിയെങ്കിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ആയിഷ തിരോധാന കേസ് അന്വേഷണത്തിലും സമാന സാഹചര്യം. കൈക്കൂലി കേസിൽ മരട് SI ഗോപകുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വിജിലൻസിന്റെ പിടിയിലായത് ഇന്നലെ. വാഹനാപകട കേസിലെ പരാതിക്കാരനിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ്. കൊച്ചിയിൽ വിവിധ ലഹരി കേസുകളിലായി 4 പേർ പിടിയിൽ. എളമക്കരയിൽ നിന്ന് 2.5 കിലോ കഞ്ചാവും തോപ്പുംപടി, പാലാരിവട്ടം എന്നിവിടങ്ങളിൽ നിന്ന് MDMAയും പിടികൂടി. പിടിയിലായവരിൽ ഒഡീഷ സ്വദേശി. GST കൗൺസിൽ യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കും. ചെറിയ കാറുകളടക്കം GST നിരക്ക് കുറയ്ക്കാൻ സാധ്യത. വരുമാന നഷ്ടം ആശങ്കയിൽ കേരളമടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. തെലങ്കാന BRSൽ പാളയത്തിൽ പട കനക്കുന്നു. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത പുറത്ത്. സസ്പെൻഷൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച്. വിവാദങ്ങൾ ആളിക്കത്തിച്ച് കലേശ്വരം ജലസേചന പദ്ധതിയിലെ CBI അന്വേഷണം. വടക്കേ ഇന്ത്യയിൽ കനത്ത മഴ. ഗതാഗത കുരുക്കിൽ ഡൽഹി. ഗാസിയാബാദിലും നോയിഡയിലും റെഡ് അലർട്ട്. ബംഗളൂരുവിലെ നഴ്സിംഗ് കോളേജിൽ ആവേശം മോഡൽ സംഘർഷം. മലപ്പുറം സ്വദേശിക്ക് കുത്തേറ്റു. 1ാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കിയത് സമീപവാസികൾ. 4 പ്രതികൾ അറസ്റ്റിൽ. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂകമ്പം. മരണം 1000 കടന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയത് നിരവധി പേർ. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം പാകിസ്ഥാനിലും ഇന്ത്യയിലും. ഇന്ത്യക്കെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ചുങ്കം ചുമത്തുന്ന രാജ്യമെന്ന ആരോപണം. ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനാവാത്ത സ്ഥിതിയെന്ന് ട്രംപ്. അമേരിക്കയ്ക്ക് പരോക്ഷ മുന്നറിയിപ്പുമായി ചൈന.